ജീവിതത്തിൽ പലരെയും പല സമയത്തും കണ്ടുമുട്ടുന്നവരാണ് നമ്മൾ. അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളുണ്ട്. അത്തരം ചിന്തകളിലൂടെ തൻ്റെ ജീവിതത്തെ തന്നെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. പുസ്തകത്തിൻ്റെ പേര് ചൂണ്ടുവിരൽ. ഫാദർ ജോസ് വെട്ടിക്കാട് കപ്പൂച്ചിനാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. മീഡിയ ഹൗസ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഈ പുസ്തകം നമ്മുടെ ജീവിതത്തിലേക്കും കൂടിയുള്ള ഒരു ചൂണ്ടുവിരലാണ്. പുസ്തകത്താളുകളിലേക്ക് പോകുമ്പോൾ മനോഹരമായ 26 അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഒരു വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള 3 വിരലും നമ്മിലേക്ക് തന്നെയാണ് ചൂണ്ടിയിരിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവരിലേക്ക് ആരോപിക്കപ്പെടുന്ന പല കുറ്റങ്ങളും ഒരു വിരൽ കൊണ്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു 3 വിരലുകൾ സ്വയം ചിന്തിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ള വലിയൊരു ചിന്ത പങ്കുവെച്ചുകൊണ്ടാണ് ജോസച്ചൻ തൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. പുസ്തകത്താളുകളിലേക്ക് കടന്നുപോയാലോ? 26 അധ്യായങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് സേഫ്ഷി എന്ന് പറഞ്ഞ് അച്ഛൻ ആരംഭിച്ച ആദ്യ അധ്യായം തന്നെയാണ്. അച്ഛൻ്റെ ആശ്രമത്തിൽ അച്ഛൻ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു മനോഹരമായ ഒരു കാറ് വന്ന് പെട്ടെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛനുണ്ടോ ഇവിടെ? ആശ്രമമാണ്, ഒരുപാട് അച്ഛന്മാരുള്ള സ്ഥലമാണ്. അച്ഛൻ ഉടനെ ആ വന്ന ഡ്രൈവറോട് ചോദിക്കുകയാണ്, ആരാണ്, ഏതച്ഛനെ കാണാനാണ്? അപ്പോൾ ഉടനെ ഈ ഡ്രൈവർ പറയാണ്, ഈ ജോസ് വെട്ടിക്കാട്ട് അച്ഛനെ കാണാനാണ് ഞാൻ വന്നത്. ഉടനെ അച്ഛൻ പറഞ്ഞു, ആ അച്ഛൻ ഇവിടെ ഉണ്ട്. ശരി, അച്ഛനെ കാണാനായിട്ട് 2 പേര് വരുന്നുണ്ട്. അവർ ടൗണിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അരമണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തും. പറഞ്ഞു തീർന്നതേ ആരാണെന്നോ എന്താണെന്നോ പറയാതെ ആ ഡ്രൈവർ വണ്ടിയും കൊണ്ട് തിരിച്ചു പോവാണ്. ജോസച്ചൻ വളരെ ചിരിച്ചുകൊണ്ടാണ് ഡ്രൈവറുടെ ആ പോക്ക് നോക്കി നിന്നത്. കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാൻ 2 പേരും അവരുടെ മക്കളും കൂടി വന്നു. ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ അവരെ സ്വീകരിച്ചിരുത്തി. ആരാണെന്ന് മനസ്സിലായില്ലെന്ന് അച്ഛൻ പറയുന്നതിന് മുൻപേ ആ മനുഷ്യൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്നെ മനസ്സിലായോ? മനസ്സിലായി എന്ന് പറയാൻ വയ്യാത്ത വിധം ജോസച്ചൻ അയാളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഉടനെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരിക്കൽ അച്ഛൻ ഞങ്ങളുടെ ഇടവക ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ നല്ല സ്ഥിതിയിലായി അച്ഛ. അന്ന് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ ധ്യാനിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര കഷ്ടസ്ഥിതിയിലായിരുന്നു. വീടും നാടും വിട്ട് എൻ്റെ ഭാര്യ ഗൾഫിലേക്ക് ജോലിക്ക് പോയി. എന്തിനു പറയണ്ട അച്ഛ, കടമെടുത്ത പൈസ മുഴുവൻ ഏജന്റിന് കൊടുത്ത് പറ്റിക്കപ്പെട്ട് എൻ്റെ ഭാര്യ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെയും അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട് കടന്നു വന്നിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചതിന് പ്രകാരം 2-3 നല്ല മനുഷ്യരുടെ സഹായത്തോടെ എൻ്റെ ഭാര്യയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റി. അവൾ ഇന്ന് ഇംഗ്ലണ്ടിലാണ് ജോലി ചെയ്യണം അച്ഛ. 2 വർഷം കഴിയുമ്പോഴേക്കും എന്നെയും മക്കളെയും അവൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അത് പറഞ്ഞ് തീരുമ്പോഴേക്കും 2 ആൺകുട്ടികൾ ഓടി അച്ഛൻ്റെയും ഇവരുടെ ഇടയിലേക്ക് ഓടി വരികയാണ്. അവരോടി വന്ന് അച്ഛനോട് പറയാണ്, പപ്പാ, ഇവിടെ ഒരു സുഖമില്ല പപ്പ, നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാം. 2 ആഴ്ച പോയിട്ട് 1 നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛാ, ഇത് പൊട്ട സ്ഥലമാണ്. സ്വന്തം നാടിനെക്കുറിച്ച്, സ്വന്തം നാട്ടുകാരെക്കുറിച്ച് ആ കുട്ടികൾക്കുള്ള ബോധ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ജോസച്ചൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത? ഉടനെ അവർ പറഞ്ഞു, എല്ലാ കാര്യവും എല്ലാവരും അന്വേഷിക്കും. അവിടെയാണെങ്കിൽ എന്തൊരു ഫ്രീയാണെന്നറിയോ ഞങ്ങൾ, ആരും ഞങ്ങളെക്കുറിച്ച് ബോധേഡല്ല. അച്ഛൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നാട്ടിലെ കൾച്ചർ അനുസരിച്ച് ജീവിച്ച് വളർന്ന് പോയ മക്കൾ പുറത്തു പോയപ്പോഴേക്കും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രതീക്ഷകളൊക്കെ വലുതായി. സ്വന്തം അപ്പനമ്മമാർ പോലും അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഇഷ്ടമില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു അവിടെ. എന്തായാലും അവരോട് പുറത്തു പോയി കളിക്കാൻ പറഞ്ഞ ജോസച്ചൻ വീണ്ടും ഇവരുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. അപ്പൻ തുടർന്നു, അച്ഛാ, ഇംഗ്ലണ്ടിൽ പോയതോടെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റാതെയായി. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും അവർക്കിപ്പോൾ തന്നെ ആവശ്യത്തിലധികം കമ്പനികളുണ്ട്, കൂട്ടുകളുണ്ട്. മാത്രമല്ല ജോലി ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് അവരുടെ ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഇടപെടാൻ വയ്യ അച്ഛാ, മടുത്തു. ഈ ലെവല് പോവുകയാണെങ്കിൽ അധികം താമസിയാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നഷ്ടപ്പെടും. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഭാര്യയുടെ മുഖത്തേക്ക്
ജോസച്ചൻ ഒന്ന് നോക്കി. ജോസച്ചൻ സോഫിയോട് പറഞ്ഞു, സോഫി, എന്താ നിന്റെ അഭിപ്രായം? സോഫി ഉടനെ പറഞ്ഞു, അച്ഛാ, ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പപ്പയും മക്കളെയും നാട്ടിലേക്ക് വിട്ടാലോ? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞത്, നിങ്ങളെന്തായാലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കട്ടെ, എന്തെങ്കിലും അവർക്ക് കൊടുക്കാമെന്ന് കരുതി ജോസച്ചൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവരുടെ മൂത്ത മകൾ പെൺകുട്ടി, അവൾ അച്ഛൻ്റെ വീടിൻ്റെ മുന്നിലുള്ള സ്റ്റെപ്പിലിരിക്കുന്നത് അച്ഛൻ കണ്ടത്. അപ്പം അച്ഛൻ ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരിക്കണ കുഞ്ഞേന്ന്? ഉടനെ അവൾ അച്ഛനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, താങ്കൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, ഇത് തന്നെയാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ വല്ലാതെ ചൂടാവാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനൊരു കാഴ്ച കണ്ടത്. അവൾ ചാരിയിരുന്ന ആ സ്റ്റെപ്പിന് തൊട്ടരികിലെ ചുമരിലൂടെ കടന്നു പോകുന്ന കടിയനുറുമ്പുകൾ, നിരനിരയായി ഏതോ ഒരു ചത്ത ജീവിയെയും കൊണ്ടാണ് അത് കടന്നു പോകുന്നത്. അച്ഛൻ അവളോട് മാറിയിരിക്കണമെന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ പറയുന്നില്ല. കണ്ടറിയാത്തവൻ കൊണ്ടറിയട്ടെ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ജോസച്ചൻ കടന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ബഹളം തുടങ്ങുകയാണ്. ഈ പെൺകുട്ടിയുടെ ബഹളം കേട്ട് പപ്പയും അമ്മയും ഓടിച്ചെന്നു, സഹോദരങ്ങൾ ഓടിച്ചെന്നു. ഇവളെങ്ങ് കിടന്ന് ചാടാൻ തുടങ്ങി. ജോസച്ചന് ഉള്ളിൽ ചിരിയാണ് വന്നത്. ഞാൻ നിന്റെ കാര്യത്തിൽ ബോധേഡല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുള്ള ജോസച്ചൻ ഉറുമ്പുകടിയേറ്റുള്ള ചാട്ടം കണ്ട് ചിരിച്ചുപോയി. എന്നിട്ട് അവളോട് ചോദിച്ചു, എന്തു പറ്റി? ഉടനെ അവൾ പറഞ്ഞു, അറിയില്ല, അവിടെ ഇവിടെ എല്ലായിടവും എനിക്ക് ചൊറിയുന്നു എന്ന് പറഞ്ഞ് അവളിങ്ങ് ചാടാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, അവർക്കറിയില്ലല്ലോ നീ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിരുന്നതാണെന്ന്. അവരും ഫ്രീ ആണേ, അവരുടെ സ്ഥലത്ത് കയറിയിരുന്നാൽ അവരെ ആക്രമിക്കുമേ, നിങ്ങൾ അകത്തേക്ക് പൊക്കോളൂ, അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരുമെന്ന്. അവരെ അകത്തേക്ക് പറഞ്ഞു വിട്ട് ജോസച്ചൻ പുറത്ത് നിന്നപ്പോൾ ജോസച്ചൻ്റെ ഉള്ളിൽ വന്നത് ഇതായിരുന്നു, ഫ്രീ ആവാം, മറ്റുള്ളവരെ കുറിച്ച് ചിന്തകളാവാം, പക്ഷേ അപകടങ്ങൾ കാണുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വിവേകം കൂടി നമുക്ക് വേണമെന്ന്. മറ്റുള്ളവർ എൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അതൊരു അസ്വസ്ഥതയായി കാണുന്ന സമൂഹത്തിലേക്ക് ജോസച്ചൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാനും നീയും ഇരിക്കുന്നത് അപകട മേഖലകളിലാണെങ്കിൽ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അതിനെ സ്നേഹപൂർവ്വം പ്രത്യുത്തരിച്ചാൽ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടെയെന്ന്. അങ്ങനെ ആദ്യത്തെ അധ്യായം കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോവാണേ. കുട്ടികൾ ഇങ്ങനെയും എന്ന് പറഞ്ഞാണ് അധ്യായം തുടങ്ങുന്നത്. ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജോസച്ചൻ ഈ അധ്യായം എഴുതി വെക്കുക. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ വീട്ടിൽ മക്കളെ വളർത്തുന്നവരാണ്. നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നവരാണെങ്കിൽ പുറത്തു നിന്ന് അവരെ വിളിക്കാമെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിലും ജോസച്ചൻ ഇവിടെ കാണിച്ചു വയ്ക്കുക ഒരു ചെറിയ കുട്ടിയുടെ സ്നേഹപൂർവമായ ഇടപെടലാണ്. ക്രിസ്ത്യൻ ധ്യാനത്തിന് വന്ന കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് മാതാപിതാക്കൾ വരുന്നുണ്ട്. 4 മണിക്ക് ശേഷം ആശ്രമത്തിൻ്റെ മുറ്റത്ത് നിറയെ കാറുകളാണ്. 10ഉം 15ഉം വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകാനായി മാതാപിതാക്കൾ കാറും കൊണ്ട് കാത്തു നിൽക്കുമ്പോൾ ജോസച്ചൻ ഓർത്തു വയ്ക്കുക തൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളായിരുന്നു. 5 വയസ്സ് മുതൽ 10-12 കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിലേക്ക് ബസ്സിൽ കയറിപ്പോയതും 4 നാഴിക ദൂരെയുള്ള തൻ്റെ സ്കൂളിലേക്ക് നടന്നു പോയതുമെല്ലാം ജോസച്ചൻ ഓർത്തു വയ്ക്കുമ്പോൾ ജോസച്ചൻ്റെ മനസ്സിൽ വരുന്നത് ഈ കുട്ടികളെയെല്ലാം സ്വയം പര്യാപ്തരാക്കാതെ വളർത്തുന്ന മാതാപിതാക്കളുടെ ഗതികേടിലേക്കായിരുന്നു ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ക്രിസ്ത്യൻ ധ്യാനത്തിനിടയ്ക്ക് ഒരിക്കൽ ജോസച്ചൻ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുത്തു. ചോക്ലേറ്റ് കഴിക്കാൻ ആവശ്യപ്പെട്ട് അച്ഛൻ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇതിൻ്റെ കവറുകളൊന്നും ഇവിടെ ഇടരുതെന്ന്. ആരും കവറുകളൊന്നും അവിടെ ഇടില്ലെന്ന് അച്ഛനോട് വാഗ്ദാനം നൽകിയെങ്കിലും കുർബാനയ്ക്കിടെ പലരും ആ ഹാളിൽ ആ കവറുകൾ നിക്ഷേപിച്ചിരുന്നു. അതിവിദഗ്ധരായ കൂട്ടുകാരെന്ത് ചെയ്തു എന്നറിയോ? പുറത്തേക്ക് ഇറങ്ങി തോട്ടത്തിനിടയിലുള്ള ചട്ടികളിലെല്ലാം ഈ കവറുകൾ നിക്ഷേപിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞു ഒരമ്മയും കുട്ടിയും തങ്ങളുടെ ചേട്ടനെയോ ചേച്ചിയോ വിളിക്കാനായി ആ പള്ളിമുറ്റത്ത് വന്നിറങ്ങി. അതിലൊരു കുഞ്ഞി പയ്യൻ അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ചായയും ബിസ്ക്കറ്റും പ്ലാസ്റ്റിക് ഗ്ലാസ്സൊക്കെ കണ്ട് അതിനടുത്തേക്ക് ഓടി വന്നു. പക്ഷെ ഓടി വന്നെങ്കിലും അവൻ ആ ചായയും ബിസ്ക്കറ്റും ഒന്നും എടുക്കാനല്ലായിരുന്നു തിരക്ക്. ചുറ്റും പരന്നു കിടന്നിരുന്ന ആ മിഠായി കവറുകളാണ് അവൻ പറക്കിയെടുത്തത്. മിഠായി കവറുകൾ മാത്രമല്ല, ചായ കുടിച്ച് മറ്റുള്ളവർ ഉപേക്ഷിച്ച് കളഞ്ഞ
കുറേ ഗ്ലാസ്സുകളും അവൻ പറക്കിയെടുത്തു. എന്നിട്ട് അവൻ അതൊരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, മതി മോനെ, ഇനി നീ പറക്കണ്ട, പോയി കൈ കഴുകിക്കോളൂ. അവൻ കൈ കഴുകി വന്നപ്പോഴേ ജോസച്ചൻ അവന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു. പക്ഷെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ദുഃഖത്തോടു കൂടി ജോസച്ചൻ പറഞ്ഞു വയ്ക്കുക. അതേസമയം തന്നെ ഒരു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ മറ്റൊരു കുട്ടി അവിടെ വന്നിറങ്ങിയ പാടെ ജോസച്ചൻ വളർത്തി വലുതാക്കി വെച്ചിരുന്ന ചെടികളുടെ പൂക്കളെല്ലാം ഞെരിച്ചമർത്തിയും വലിച്ചെടുത്തും ചായ കൊടുക്കാനായി എടുത്തു വെച്ചിരുന്ന ഗ്ലാസ്സുകളെല്ലാം വലിച്ചെറിഞ്ഞും ആ കുഞ്ഞിങ്ങനെ അവിടെ ഓടി നടക്കുകയായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജോസച്ചൻ അവരുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞേ, എൻ്റെ അമ്മച്ചി ആ കുട്ടിയെ ഒന്ന് പിടിച്ചു വെക്കൂ. അവരുടനെ ജോസച്ചനോട് പറഞ്ഞത്രേ, കുട്ടികളല്ലേ അച്ഛ, നമുക്ക് എന്ത് ചെയ്യാനാവും? ഉടനെ അച്ഛൻ പറഞ്ഞു, കുട്ടികളെയാണ് നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ, ഇപ്പോൾ വേണമെങ്കിൽ തിരുത്താം. പക്ഷെ അവരതൊന്നും സമ്മതിക്കാതെ ഈ കുട്ടിയുടെ വികൃതി കണ്ട് ഉറക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും ധ്യാനം കഴിഞ്ഞ് അവർക്ക് കിട്ടാനുള്ള അവരുടെ മകനെയും എടുത്ത് അവർ കാറിൽ കയറി പോകുന്നതിന് കണ്ടതേ ജോസച്ചൻ ഓടിച്ചെന്ന് അവരുടെ കാറിൻ്റെ ഡോറിലൊന്ന് മുട്ടി. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 50 രൂപ കൂടി തരാനുണ്ടല്ലോ. കണ്ണു മിഴിച്ച് ജോസച്ചനെ നോക്കി അവർ പറഞ്ഞു, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? മോളുടെ ധ്യാനത്തിൻ്റെ ഫീസ് ഞങ്ങൾ അടച്ചതാണല്ലോ. ഉടനെ അച്ഛൻ പറഞ്ഞു, ധ്യാനത്തിൻ്റെ ഫീസല്ല ഞാൻ ചോദിച്ചത്, എനിക്കിവിടെ നഷ്ടമാക്കി കളഞ്ഞ എൻ്റെ ഗ്ലാസിൻ്റെയും ഞാൻ വാങ്ങിവെച്ച പൂച്ചെടികളുടെയും പൈസയാണ് ഞാൻ ചോദിച്ചത്. 50 രൂപ തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന്. കണ്ടറിയാത്തവന് കൊണ്ടറിയാൻ വിളിക്കുകയായിരുന്നു ജോസച്ചൻ. എന്തിനു പറയുന്നു, 50 രൂപ പിറുപിറുത്തുകൊണ്ട് ജോസച്ചൻ്റെ കയ്യിലേക്ക് വലിച്ചു നീട്ടി ഒരു താങ്ക് യു ഉറക്കെ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഡോർ വലിച്ചടച്ച് അവർ കടന്നുപോയി. പിന്നീട് ആ കുട്ടി അടുത്ത ദിവസത്തെ ധ്യാനത്തിന് വന്നില്ലെന്ന് മാത്രമല്ല, മുൻപ് ജോസച്ചൻ്റെ പരിസരം വൃത്തിയാക്കിയ ആ കുഞ്ഞിന് ഒരു സമ്മാനം കൊടുക്കണമെന്നുള്ള ആഗ്രഹവും സാധിക്കാതെ പോയതായി അച്ഛൻ അവിടെ എഴുതി വെക്കുകയാണ്. വീണ്ടും അടുത്തൊരു അധ്യായത്തിലേക്ക് അച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക വളരെ വേദന നിറഞ്ഞൊരനുഭവത്തിലേക്കാണ്. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് തമ്പുരാൻ കർത്താവിൻ്റെ കയ്യിലുള്ളതെന്ന്. അത്തരമൊരു ഉറപ്പ് നൽകലിൻ്റെ ഇടപെടലിൻ്റെ സുവിശേഷവുമായാണ് അടുത്തൊരധ്യായം ആരംഭിക്കുക. ബ്രഹ്മാവിന് എന്ന് തുടങ്ങുന്ന ഈ അധ്യായത്തിൽ മറ്റൊരു കുടുംബത്തെയാണ് ജോസച്ചൻ നമുക്ക് മുന്നിൽ പങ്കുവെക്കുക. ഒരു ദിവസം അച്ഛനെ കാണാനായിട്ട് ഒരു അപ്പനും അമ്മയും 3 മക്കളും അടങ്ങുന്ന കുടുംബം വരികയാണ്. പണ്ടെങ്ങോ അവരുടെ ആ ദേവാലയത്തിൽ ധ്യാനിപ്പിക്കാൻ ചെന്നിരുന്ന അച്ഛനെ തേടിയായിരുന്നു അവരുടെ വരവ്. വിശുദ്ധ പാദ്രി പിയോയുടെ നാമധേയത്തിലുള്ള അച്ഛൻ്റെ ആശ്രമത്തിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ആ വാർഷിക ധ്യാനത്തിൽ അച്ഛൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഭാര്യ തൻ്റെ ഭർത്താവിനെയും കൊണ്ട് അവിടേക്ക് വന്നത്. വന്ന പാടെ ഭാര്യയാണ് വർത്തമാനത്തിൻ്റെ ചാക്കുകെട്ട് അഴിച്ചു വെക്കുന്നത്. ഒപ്പം അവളുടെ ഒഴിയാത്ത പരാതികളും. അവളുടെ പരാതി ഇങ്ങനെയായിരുന്നു, ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു തൻ്റെ ഭർത്താവിന് ജോലി. വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ 6 മാസമായിട്ട് കളിയില്ല, ചിരിയില്ല, സന്തോഷമില്ല. എന്ത് പറഞ്ഞാലും ഈ മനുഷ്യനുണ്ടല്ലോ മൂകനായി ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആ പഴയ സന്തോഷം വേണം. പിന്നെ അത് മാത്രമല്ല അച്ഛാ, ഇദ്ദേഹത്തിന് ഒരുപാട് സ്ഥലത്ത് ജോലി കിട്ടിയതാണ്. എന്നിട്ടും അവിടെ ഒന്നും പോവാൻ ഇദ്ദേഹം തയ്യാറല്ല. ഗൾഫിൽ നിന്ന് 2-3 പ്രാവശ്യം ഓഫർ കിട്ടി. പോയിക്കൂടെ ഈ മനുഷ്യനെ? എന്നിട്ടും ഈ മനുഷ്യൻ പോകുന്നില്ല അച്ഛാ. എന്നെയും മക്കളെയും ഓർത്തെങ്കിലും. അവളിങ്ങനെ പരാതികൾ ഇങ്ങനെ വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോസച്ചിൻ്റെ കണ്ണുടക്കിയത് നിർനിമേഷനായി നിർവികാരനായിരിക്കുന്ന ഈ മനുഷ്യൻ്റെ മുഖത്തേക്കായിരുന്നു. ആ മനുഷ്യന് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷെ കയ്യിലിരിക്കുന്ന വിശുദ്ധ പാദ്രി പിയോയുടെ ചിത്രം നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. ഒടുവിൽ ജോസച്ചൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കൂ, ഞാൻ ഇദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കട്ടെ. മനസ്സില്ലാ മനസ്സോടെ ആ സ്ത്രീ ആ വാതിലും കടന്ന് പുറത്തേക്ക് പോയി. ജോസച്ചൻ പതുക്കെ വാതിൽ ചാരി. ജോസച്ചൻ പതുക്കെ ഈ മനുഷ്യൻ്റെ കയ്യിലൊന്ന് തൊട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ പാദ്രി പിയോയുടെ ചിത്രം അങ്ങ് പിടിച്ചു വാങ്ങിയത് വലിയൊരു ശബ്ദത്തോടെ അദ്ദേഹം അരുതച്ച എന്ന് പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞത് അയാൾ
ജോസച്ചൻ്റെ മേശപ്പുറത്ത് മുഖം ചേർത്ത് വെച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. ജോസച്ചൻ അടുത്ത് ചെന്ന് അയാളെ ഒന്ന് തൊടാൻ ശ്രമിച്ചത് അദ്ദേഹം പറഞ്ഞു, എന്നെ തൊടരുത് അച്ഛാന്ന്. അദ്ദേഹം അത് പറഞ്ഞത് ഒരല്പം ഉയർന്ന സ്വരത്തിലായിരുന്നു. പുറത്ത് നിന്നിരുന്ന ഭാര്യ അത് കേട്ടു. അവൾ ഓടി വന്നു. അപ്പോഴേക്കും ആ മനുഷ്യൻ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കസേരയിൽ നിന്നിറങ്ങി ചുമരിനോട് ചേർന്നിരുന്ന് പൊട്ടി കരയാൻ തുടങ്ങി. ഇത് കണ്ട ജോസച്ചനെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ജോസച്ചനും ആ മനുഷ്യൻ്റെ അരികിൽ ചെന്നിരുന്നു. അതിനിടെ ഭാര്യ ഓടിക്കേറി വന്നെങ്കിലും ജോസച്ചൻ അവരോട് പറഞ്ഞു, താങ്കൾ പുറത്തേക്ക് പോയിക്കോളൂ, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് അയാൾ ഒന്ന് ശാന്തനാവുമെന്ന് ആഗ്രഹിച്ചെങ്കിലും അയാളുടെ കരച്ചിൽ നിൽക്കാതെ ആയപ്പോൾ, അയാൾ ഒന്നും പറയാതെ ആയപ്പോൾ ജോസച്ചൻ ഒരു പേനയും ഒരു കടലാസും അയാളുടെ കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ കണ്ണുനീരോടുകൂടെ ആ കടലാസിൽ എഴുതി എയ്ഡ്സ്. അത് വായിച്ചതും ജോസച്ചന് ഒരു ഇടിവെട്ട് കിട്ടിയതുപോലെയായിരുന്നു. ജോസച്ചൻ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് താങ്കൾ എഴുതിയതെന്ന്. ഉടനെ അയാൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് മരിക്കണം, പക്ഷേ ആത്മഹത്യ ചെയ്താൽ പോസ്റ്റ്മോർട്ടം ചെയ്യും, എന്തെങ്കിലും അപകടമരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യും, ഞാനൊരു എയ്ഡ്സ് രോഗിയാണെന്ന് എൻ്റെ ഭാര്യ അറിയും, എൻ്റെ മക്കളറിയും, പിന്നെ അവർക്ക് ജീവിക്കാനാവില്ല, കത്തി തീർന്നു പോകുന്ന വിധത്തിൽ എനിക്ക് മരിക്കണം അച്ഛ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വാവിട്ട് നിലവിളിച്ചപ്പോൾ ജോസച്ചൻ അയാളുടെ കയ്യിൽ തൻ്റെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ജോസച്ചൻ പറഞ്ഞു, എന്തിനാണ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? തമ്പുരാൻ അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം വളരെ വേദനയോടുകൂടി ജോസച്ചനോട് പറയുകയാണ്, അച്ഛാ, ഗൾഫിലേക്ക് പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ചെന്നതായിരുന്നു ഞാൻ. അവിടെയുള്ള രക്തപരിശോധനയിലാണ് എനിക്ക് എയ്ഡ്സ് ആണെന്ന് തിരിഞ്ഞത്. പക്ഷെ അത് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് എൻ്റെ പെങ്ങളാണ്. ഒരു ദേവാലയത്തിലേക്ക് വിളിച്ച് എന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞാണ് അവൾ എന്നോട് പറഞ്ഞത്, ചേട്ടാ, ഇങ്ങനെയാണ് റിസൾട്ട് എന്ന്. മറ്റാരും അറിയാതിരിക്കാൻ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോവാണ്, ഇവിടെ ഞാൻ സേവനത്തിന് പോവാണ്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കാൻ ശ്രമിച്ചു. എന്നിട്ടും എനിക്കിത് അവരോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല അച്ഛാ, ഞാൻ എന്തു ചെയ്യും? ഉടനെ അച്ഛൻ അദ്ദേഹത്തിനൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. കുറച്ച് ദൂരെ എയ്ഡ്സ് രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ നമുക്ക് ശുശ്രൂഷയ്ക്ക് പോയാലോ? 1 വർഷം നമുക്കവിടെ സേവനം ചെയ്യാം. ജോലിക്ക് പോവാണെന്ന് ഭാര്യയോടും കുട്ടികളോടും പറഞ്ഞാൽ മതി. അതിനുശേഷം മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോകാം. എന്തു പറയുന്നു? തൻ്റെ ഭാര്യ സമ്മതിക്കുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് ആ മനുഷ്യൻ ഉറപ്പിച്ചു പറഞ്ഞു. ഭാര്യയെ വിളിച്ചു. ജോസച്ചൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ ഈ മൂകമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിടുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഭാര്യ ജോസച്ചൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായി. അപ്രകാരം തന്നെ കേരളത്തിന് പുറത്തുള്ള എയ്ഡ്സ് രോഗികളെ പുനരധിവസിപ്പിക്കുന്ന ഒരു സെൻറ്ററിലേക്ക് ആ മനുഷ്യൻ യാത്രയായി. 6 മാസത്തിന് ശേഷം ജോസച്ചനെ തേടി ഒരു കത്ത് വന്നു. അച്ഛാ, ഞാൻ അച്ഛനെ കാണാൻ വരുന്നുണ്ട്, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. 6 മാസത്തിന് ശേഷം ആ കത്ത് കിട്ടിയപ്പോൾ ആരാണെന്ന് ജോസച്ചൻ തിരിച്ചറിഞ്ഞില്ലെങ്കിലും തൻ്റെ ആശ്രമവാതിൽക്കൽ വന്ന് മണിയടിച്ച് തന്നെ കാണാനെത്തിയ മനുഷ്യനെ കണ്ടപ്പോൾ ജോസച്ചൻ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ ഉറ്റുനോക്കി. പണ്ട് കണ്ട മൂകമായ ആ മനുഷ്യൻ്റെ മുഖഭാവമല്ലായിരുന്നു അദ്ദേഹത്തിന്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു, ഒരു മെഡിക്കൽ റിപ്പോർട്ട്. അത് ജോസച്ചൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശരിയാണച്ഛാ, എൻ്റെ തമ്പുരാൻ എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. കാരണം എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അച്ഛനൊന്ന് നോക്കൂ. എനിക്ക് എയ്ഡ്സ് ഇല്ല അച്ഛാ. ആരുടെയോ റിസൾട്ട് തെറ്റി എൻ്റെ കയ്യിൽ വന്നതാണ് അച്ഛാ. ഞാൻ അന്ന് എൻ്റെ ജീവൻ ഒടുക്കിയിരുന്നെങ്കിൽ എൻ്റെ കുടുംബം അനാഥമായി പോകുമായിരുന്നില്ലേ എന്ന്. ജോസച്ചൻ നമുക്ക് തരുന്ന വലിയൊരു ചിന്ത ഇതാണ്. ഒരു ചെറിയ നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ഒരു ചെറിയ തകർച്ച നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അറിയാതെ നിരാശയിലേക്ക്, താഴ്ചയിലേക്ക്, തകർച്ചയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ
നഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളല്ലേ എന്ന്. ബണ്ണ് എന്ന് തുടങ്ങുന്ന അടുത്ത അധ്യായത്തിൽ ജോസച്ചൻ നമുക്ക് വേണ്ടി കരുതി വയ്ക്കുക രസകരമായ മറ്റൊരു അനുഭവമാണ്. ചിന്തകൾ ഇപ്രകാരമായിരുന്നു. ജോസച്ചൻ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. റിസർവ് ചെയ്ത ബർത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ബണ്ണുകൾ ഉണ്ടായിരുന്നു. വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയ ഒരു കപ്പ് കാപ്പിയും തൻ്റെ ബാഗിൽ നിന്നെടുത്ത ഒരു ബണ്ണും തൻ്റെ ബർത്തിൽ വെച്ച് അച്ഛൻ വാഷ്റൂമിലേക്ക് ഒന്ന് പോയി. ആ പോകുന്ന പോക്കിൽ ഒരു ഭിക്ഷക്കാരൻ ബാലൻ ആ ബോഗിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുടക്കിയത് ഈ ചൂടുള്ള കാപ്പിയിലും തൊട്ടരികിലിരുന്ന ബണ്ണിലുമായിരുന്നു. ഓടി വന്ന് അവൻ ആ ബണ്ണെടുത്ത് ഓടിപ്പോയി. ബാക്കിയുള്ളവരെല്ലാം കൂവി ആർക്കുമ്പോഴേക്കും ആ ബണ്ണ് പിടിച്ചാൽ പിടിയെത്താത്ത ദൂരത്തിലേക്ക് അവൻ എത്തിച്ചു കഴിഞ്ഞിരുന്നു. കുറച്ചു ദൂരം ഈ വണ്ടി പതുക്കെ പതുക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ജോസച്ചൻ ഒരു കാഴ്ച കാണുകയാണ്. ഏതോ ഒരു പൈപ്പിനടുത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡം തൻ്റെ കാലുകൾക്കിടയിൽ വെച്ച് ആ കുഞ്ഞൊരു വിസിലടിക്കുകയാണ്. അവൻ്റെ ഒന്നാമത്തെ വിസിലടി കേട്ടപ്പോൾ ഓടി വന്നത് 2 ചെറിയ കുട്ടികളായിരുന്നു. അടുത്തൊരു വിസിലടിക്ക് അവനേക്കാൾ മൂപ്പുള്ള ഒരു പെൺകുട്ടി അവൻ്റെ അരികിലേക്ക് വന്നു. അടുത്തൊരു വിസിലടിക്ക് പ്രായമുള്ള ഒരു സ്ത്രീ അവൻ്റെ അരികിലേക്ക് വന്നു. പിന്നെയുള്ള കാഴ്ച തൊട്ടപ്പുറത്ത് മൂടി പുതച്ച് കിടന്നിരുന്ന ഒരു രൂപമായിരുന്നു. അതാരാണ്, ആണാണോ പെണ്ണാണോ എന്ന് ജോസച്ചൻ വ്യക്തമായി കണ്ടില്ലെന്ന് കൂടി എഴുതി വെക്കുമ്പോൾ അച്ഛൻ കണ്ടത് എന്താണെന്ന് അറിയാമോ? ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു തുണി വിരിച്ച് തങ്ങളുടെ കയ്യിലുള്ള ബാണ്ടക്കെട്ടുകളെല്ലാം ചെരിഞ്ഞിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം എടുത്ത് കഴിക്കുന്ന ഈ കുട്ടികളെ ആയിരുന്നു. ജോസച്ചൻ പറയാണ്, ഞാൻ കാണുന്ന കാഴ്ച ഇതായിരുന്നു. അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അവർ പരസ്പരം പങ്കുവെച്ച് കഴിക്കുമ്പോൾ ഏറ്റവും രുചികരമെന്ന് അവർക്ക് തോന്നിയത് മറ്റൊരാൾക്ക് കൂടി കടിക്കാൻ കൊടുത്ത് അങ്ങനെ പരസ്പരം പങ്കുവെച്ച് സ്വാദോടുകൂടി അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഒപ്പം ആ മൂടി പുതച്ചു കിടന്ന വ്യക്തിക്ക് കൂടി കൊണ്ടുകൊടുക്കാൻ അവർ മറന്നില്ല എന്ന്. തൻ്റെ കയ്യിലിരുന്ന് വെറുതെ പോകുമായിരുന്ന ആ ബണ്ണിന് ഏറെ സ്വാദോടുകൂടെ കഴിക്കുന്ന ആ കുട്ടികളുടെ മുഖം കണ്ടപ്പോൾ ജോസച്ചൻ പറയുകയാണ്, ഞാൻ വെറുതെ വെട്ടിവിഴുങ്ങിയ 2 ബണ്ണുകൾ എൻ്റെ വയറിനകത്ത് എന്തൊക്കെയോ കലപില കൂട്ടുന്നുണ്ടായിരുന്നു. യാതൊരുവിധ വിശപ്പും കൂടാതെ ഞാൻ കഴിച്ച ആ ഭക്ഷണങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ എത്ര സ്വാദോടുകൂടി അത് ഭക്ഷിക്കുമായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ചൂണ്ടുവിരൽ നമ്മിലേക്ക് കൂടിയാണ്. ഞാൻ വെറുതെ കളയുന്നതെന്തും, ആഹാരമാകട്ടെ, വസ്ത്രമാകട്ടെ, എൻ്റെ പണമാകട്ടെ, അത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അവിടെ തുടങ്ങുകയാണ് ആത്മസംതൃപ്തിയുടെ പുതിയ പാഠങ്ങൾ. ജോസച്ചൻ അടുത്തൊരു അധ്യായം എഴുതി വെക്കുന്നത് മാനി നൊബുസ്കും എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. മാർപ്പാപ്പയുടെ പ്രബോധന ഗ്രന്ഥത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ജോസച്ചൻ ഈ അധ്യായം തുടങ്ങുന്നത്. ഇടവകപ്പള്ളിയോട് ചേർന്നുള്ള കുരിശുപള്ളിയിലായിരുന്നു അന്ന് ആരാധനയും ജാഗരണ പ്രാർത്ഥനയൊക്കെ. അവിടെ ആരാധനയ്ക്കും ധ്യാനത്തിനും കുർബാന അർപ്പണത്തിനുമാണ് വെട്ടിക്കാട്ടിൽ അച്ഛൻ എത്തുന്നത്. സംഭവം ഇതൊന്നും അല്ലാട്ടോ. രാത്രി ഏറെ നേരം പ്രാർത്ഥിച്ചു, ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞു. ഏറ്റവും മുന്നിലിരുന്ന് മാനേ നൊബിസ്കും എന്ന് തുടങ്ങുന്ന അപ്പസ്തോല പ്രബോധന ഗ്രന്ഥം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച വിശ്വാസികൾക്കിടയിലായിരുന്നു തീക്ഷ്ണതയോടുകൂടെയുള്ള ധ്യാനപ്രസംഗവും ആരാധനയും കുർബാനയുമെല്ലാം. രാത്രി 8 മണിക്ക് തുടങ്ങിയ ആരാധനയും പ്രാർത്ഥനയുമെല്ലാം രാവിലെ 5 മണിക്ക് കുർബാനയോടുകൂടിയാണ് സമാപിച്ചത്. കുർബാന കഴിയുന്ന നേരത്തായിരുന്നു അപ്രതീക്ഷിതമായി മഴ പെയ്തത്. മഴ എന്ന് പറഞ്ഞാൽ ഇടമുറിയാതെയുള്ള മഴ. വന്ന ആളുകളുടെ കയ്യിലൊന്നും കുടയില്ല. അവരെല്ലാവരും അവിടെ ഇവിടെയൊക്കെ വണ്ടിയിൽ വന്നവരുടെ സഹായം യാചിച്ചുകൊണ്ട് കടന്നു പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലായിരുന്നു അച്ഛനെ കൊണ്ടുപോകാനുള്ളവർ അച്ഛനരികിലേക്ക് വന്നത്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ വരൂ അച്ഛാ, നമുക്ക് പോവാം. അവർ കൊണ്ടുവന്ന കുടയിൽ കയറി അച്ഛൻ ആ വണ്ടിക്കരികിലേക്ക് ചെല്ലുകയാണ്. അച്ഛൻ വണ്ടിയിൽ കയറി വണ്ടി എടുക്കാൻ നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഒരമ്മയും 2 കുട്ടികളും ഓടി വന്നത്. ഈ കാറായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ വന്ന് ഈ കാറിൽ വന്ന് മുട്ടുന്നതിന് മുൻപേ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, വണ്ടി വിട്. അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ ഇവരെ. കാരണം എന്താണെന്നറിയോ? ഇവരാണ് നേരത്തെ പറഞ്ഞത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ആ പ്രബോധന ഗ്രന്ഥം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന്.
ഈ കഴിഞ്ഞ ഒരു രാത്രിയിൽ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഏറ്റവും അധികം സ്തുതിപ്പുകൾ അർപ്പിച്ചവരായിരുന്നു ഈ ഭാര്യയും ഭർത്താവും. ഈ ഇടവകയിൽ ഏറ്റവും തീക്ഷ്ണമതികളായ മനുഷ്യർ. എന്നിട്ടോ സഹായം ചോദിക്കാൻ വന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ വാതിൽ കൊട്ടിയടച്ച് അവർ പോവാൻ ശ്രമിക്കുമ്പോൾ ജോസച്ചൻ അവരോട് ചോദിക്കുന്നു, അവരെ കൂടി കയറ്റിക്കൂടെ? ഉടനെ ഭർത്താവിൻ്റെ മറുപടി, അച്ഛൻ അതൊക്കെ പറയാം, അവർക്ക് പോകേണ്ട വഴി അപ്പുറത്തെ സൈഡിലേക്കാണ് അച്ഛ. ഇനി അവരെ അവിടെ കൊണ്ടുവന്നാക്കണമെങ്കിൽ 3-4 കിലോമീറ്റർ ദൂരം നമുക്ക് വട്ടം ചുറ്റേണ്ടി വരും. ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യാൻ നമുക്ക് പറ്റുമോ? പോരാത്തിനാണെങ്കിൽ മഴയും. അവർ പിന്നെ നമ്മളെ നോക്കിയല്ല വന്നത്, അവർ മറ്റു കാറുകാരനെ നോക്കിയാൽ അവർ വേണമെങ്കിൽ കൊണ്ടുപോട്ടെ എന്നും പറഞ്ഞ് വണ്ടി എടുത്ത് ഒറ്റ വിടൽ. അച്ഛൻ പറഞ്ഞു വെക്കുകയാണ്, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിയും, നമ്മളിങ്ങനെ തമ്പുരാന്റെ മുൻപിൽ സർവം സമർപ്പിക്കുന്നവരാകും. എന്നിട്ടോ സഹോദരൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയുമ്പോൾ മുഖം തിരിച്ച് കടന്നു കളയും. നാം പഠിച്ച ബൈബിൾ വചനങ്ങൾ എവിടെ? നമ്മുടെ ജീവിതം എവിടെ? അക്ഷരാർത്ഥത്തിൽ ജോസച്ചൻ നമുക്ക് മുന്നിലേക്കാണ് ആ വിരൽ നീട്ടുന്നത്. ഒരു വിരൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നീട്ടി, മറ്റു 3 വിരലുകൾ സ്വയം ആത്മപരിശോധനയ്ക്കായി നൽകിക്കൊണ്ട് ജോസച്ചൻ നമുക്ക് മുൻപിൽ ഈ പുസ്തകം തുറന്നു വെക്കുമ്പോൾ അസീസി മാസികയെ, സൺഡേ ഷാലോമിനെയെല്ലാം സ്നേഹപൂർവ്വം ഓർക്കുന്നുണ്ട്. കാരണം അവരാണ് ജോസച്ചനിലെ എഴുത്തുകാരനെ കണ്ടെത്തിയത്, ജോസച്ചൻ്റെ എഴുത്തുകൾക്ക് വെളിച്ചമായി മാറിയത്. സ്നേഹപൂർവ്വം കൈരളിക്ക് സമ്മാനിച്ച ഈ ചൂണ്ടുവിരൽ എന്ന ഗ്രന്ഥം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കൂടിയുള്ള ഒരു ചൂണ്ടുപലകയായി അത് മാറും. കാരണം ചൂണ്ടുവിരലുകളെല്ലാം ചൂണ്ടുപലകകൾ കൂടിയാണല്ലോ. നന്ദി, നമസ്കാരം. Thank you.